അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th പുതിയ NCERT ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ട, അതൊന്ന് നോക്കാം. കോർഡിനേറ്റ്സിൻ്റെ സിസ്റ്റം ഒരു സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു മാപ്പിലെയോ ഗ്രാഫിലെയോ പോലെയുള്ള ഗ്രിഡ് ലൈൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഫിസിക്കൽ ലൊക്കേഷൻസ് ശരിയായി അടയാളപ്പെടുത്താൻ ഉപകാരപ്രദമാവുന്നു. ഈ ഒരു രീതി, അതായത് ഗ്രിഡ് ബേസ്ഡ് തിങ്കിങ്ങും പിന്നെ ജോമെട്രി കൊണ്ടുള്ള സ്ഥലം മാർക്ക് ചെയ്യുന്നതും നമ്മുടെ ഭാരതത്തിൽ വളരെ പണ്ട് മുതൽ തന്നെ ഉപയോഗിച്ചു വന്നിരുന്നു. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ഥലം അളക്കപ്പെടുന്നത് 1000 വർഷങ്ങൾക്ക് മുൻപാണെന്നും സിന്ധു സരസ്വതി സിവിലൈസേഷൻ കാലത്താണെന്നും പറയപ്പെടുന്നു. അവിടെ നഗരങ്ങളിൽ തെരുവുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വളരെ സൂക്ഷ്മതയോടെയും കൃത്യമായി നോർത്ത് സൗത്ത്, അതായത് വടക്ക് തെക്ക് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അറ്റ് യൂണിഫോം ഡയറക്ഷൻ, ഏകീകൃത ദിശയിൽ 10 മീറ്റർ വ്യത്യാസത്തിലായിരുന്നു അത്രേ. ഈ രീതി കാരണം കച്ചവടക്കാർക്ക് തൻ്റെ കടകൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യപ്പെടാൻ സഹായിച്ചിരുന്നു. ബോധയാന 800 CE ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് നോർത്ത് സൗത്ത് ലൈൻസ് കണക്ട് ചെയ്തുകൊണ്ട് ഡീപ്പ് ജോമെട്രിക് കൺസ്ട്രക്ഷനായ ബോധയാന പൈതഗോറസ് തിയറം ഉണ്ടാക്കുന്നത്. അതായത് പൈതഗോറസിന് വളരെ മുൻപ് തന്നെ ബോധയാന ഈ ഒരു തിയറം തൻ്റെ ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് കോർഡിനേറ്റ് ജോമെട്രിയുടെ ഫൗണ്ടേഷൻ സ്റ്റോണായി മാറി. ഭൂമിയുടെ ഉപരിതലത്തിൽ കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്തി അത് പിന്നീട് യാത്രകളിൽ ദിശ മനസ്സിലാക്കാനും പ്രധാനമായും കപ്പൽ യാത്രകളിൽ ശരിയായ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നതിനും ഭാരതീയരെ സഹായിച്ചു. ഏകദേശം 4th century BCയിൽ സിദ്ധാന്തയിൽ ഉജ്ജയിനി സെൻട്രൽ ലോഞ്ചിറ്റ്യൂഡ് മെറിഡിയനായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഉജ്ജയിനി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഒരു പ്രധാന സ്ഥലമാണ്. ബാക്കി സ്ഥലങ്ങൾ ഇതിനോട് ആസ്പദമാക്കിയാണ് അളന്നിരുന്നത്. അതായത് ഇന്ന് മോഡേൺ ജോഗ്രഫിയിൽ ലണ്ടനിലെ ഗ്രീൻവിച്ചിൻ്റെ റോള് പോലെ ആയിരുന്നു ഉജ്ജയിനി കണക്കാക്കപ്പെട്ടിരുന്നത്. ഇത് ഗ്രീക്ക് സ്കോളേഴ്സ് ആയിട്ടുള്ള ടോളമിയും ഹിപ്പോർക്കസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒസൈൻ എന്ന് പറഞ്ഞാണ് അവരുടെ ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 499 CEയിൽ ആര്യഭട്ട ഗ്രീക്ക് കോഡ്സിനെ സയൻസ് ആക്കി മാറ്റി കൂടുതൽ എളുപ്പത്തിലാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു നഗരവും ആകാശത്തിലെ നക്ഷത്രവുമായി പൊസിഷൻ ചെയ്ത് സെലസ്റ്റിയൽ കോർഡിനേറ്റ്സ് ആക്കി മാറ്റി കൂടുതൽ അഡ്വാൻസും കൃത്യവുമാക്കി മാറ്റി. അതായത് ഭാരതീയ കോർഡിനേറ്റ്സ് രീതി ഗ്രീക്ക് രീതികളെക്കാളും കൂടുതൽ അഡ്വാൻസ് ആയിരുന്നു എന്ന് അർത്ഥം. ബ്രഹ്മഗുപ്ത 628 CEയിൽ കൂടുതൽ വ്യക്തതയോടെ സീറോയും നെഗറ്റീവ് നമ്പേഴ്സും യൂസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ആൾജിബ്രയിൽ യൂസ് ചെയ്യുന്നത് പോലെ. ഇന്നത്തെ മോഡേൺ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒറിജിൻ എന്ന് പറയുന്നത് 0 എന്നും നെഗറ്റീവ് ആക്സസ് 0യേക്കാൾ കുറഞ്ഞ വാല്യൂസ് ആണ് എന്ന് പറയുന്നതും ബ്രഹ്മഗുപ്തയുടെ വർക്കാണ്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 4 quadrant കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന കോൺസെപ്റ്റിന് കാരണമായതും ഇദ്ദേഹത്തിൻ്റെ വർക്കാണ്, ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. ബ്രഹ്മഗുപ്തയുടെ വർക്ക് അറേബ്യയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഉജ്ജയിൻ മെറിഡിയനും അറബിക് ജോഗ്രഫിയിൽ അറൈൻ എന്ന പേരിൽ അറബിക് മാപ്സ് ഉപയോഗിക്കപ്പെട്ടു. അറബിക് സ്കോളേഴ്സ് ആയിട്ടുള്ള അൽ ബിറൂനി, അതായത് 1000 CEയിൽ ഇന്ത്യയിൽ വന്ന് സിദ്ധാന്താസ പഠിച്ചു. ഇന്ത്യയിലെ ട്രിഗ്നോമെട്രിക് മെത്തേഡ്സും കോർഡിനേറ്റ്സ് കാൽക്കുലേഷൻ രീതികളും മനസ്സിലാക്കി. അൽ ബിറൂനി അസ്ട്രോലോപ്പ് എന്ന ഉപകരണം, അതായത് കപ്പൽ സഞ്ചാരികളെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന തരത്തിൽ പരിപൂർണമായി രൂപപ്പെടുത്തി. ഒമർ ഖയാം എന്ന മാത്തമാറ്റീഷ്യൻ നമ്മുടെ ഇന്ത്യൻ ഡെസിമൽ സിസ്റ്റത്തിലും ആൾജിബ്രിക് ഫോർമുലയിലും എക്സ്പേർട്ടായി ആൾജിബ്രിക് പ്രോബ്ലം ജോമെട്രിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന ആദ്യത്തെ ആളായി മാറി. ഈ കോൺസെപ്റ്റിൽ പിന്നീട് യൂറോപ്പിലെത്തി. 12th centuryയിൽ അങ്ങനെ ഏതൊരു പോയിന്റിനെയും 2 dimension പ്ലെയിനിൽ സിംപ്ലി 2 നമ്പേഴ്സായി റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. അങ്ങനെ കൂടുതൽ കോംപ്ലക്സ് ആയ ജോമെട്രിക് ഷേപ്പിനെയും കൃത്യമായി ആൾജിബ്രിക് ഇക്വേഷൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് 10th സ്റ്റാൻഡേർഡിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓറിയൻറ്റിങ് യുവർ സെൽഫ് എന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ്സിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി, അത് ഇന്ത്യയുമായിട്ട് എങ്ങനെ അത് ബന്ധപ്പെട്ടിരിക്കണോ, എന്തായിരുന്നു അതിൻ്റെ ഹിസ്റ്ററി എന്ന്, ഈ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയണത് സെറ്റിലിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് എല്ലാവർക്കും അറിയാം ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ ഇറ്റ് ഈസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ അക്കാദമിക് ഇയർ ആണ്. അക്കാദമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റയാൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. റയാൻ ബോത്ത് എക്സൈറ്റഡ് ആൻഡ് നെർവസ്. റയാൻ എക്സൈറ്റഡും ആണ്, പക്ഷെ നെർവസും ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റയാൻ്റെ ഫാമിലി ഒരു പുതിയ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹി ആൻഡ് ഹിസ് സിസ്റ്റർ ശാലിനി ഉണ്ട്. റയാനും റയാൻ്റെ സിസ്റ്ററിൻ്റെ പേര് ശാലിനിയാണ്. അവർ പുതിയ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പുതിയ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ പുതിയ ഒരു എൻവയോൺമെൻറ്റാണ്, പുതിയ സ്കൂളാണ്, പുതിയ സ്ഥലമാണ്, പുതിയ വീടാണ്. അപ്പോൾ എല്ലാതും അത്തരത്തിൽ സെറ്റിലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം എത്ര ഡിഫിക്കൽട്ടാണ് അത് എന്നുള്ളത്. പക്ഷേ ടുഡേ ശാലിനി വിൽ ഹെൽപ്പ് ഹിം സെറ്റിൽ ഇൻ ടു ദ ന്യൂ എൻവയോൺമെൻറ്റ്. അപ്പോൾ റയാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശാലിനി ഉണ്ട്. ശാലിനി ഒരു നോർമൽ പേഴ്സൺ തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സെറ്റിൽ ഇൻ ടു ദ ന്യൂ എൻവയോൺമെൻറ്റ്. അപ്പോൾ റയാനൊരു പ്രത്യേകത ഉണ്ട്. ഹീസ് എ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺ. അപ്പോൾ റയാനും അതിനെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ പുതിയ സ്ഥലത്ത് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. When someone is not able to see, this can be a very big challenge, but with their mother's transferable job, the siblings had done it often and it has become easier with each move. In between ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ it is now their routine, അവരുടെ പാർട്ട് ഓഫ് ലൈഫാണ് അതിപ്പോൾ. അപ്പോൾ ശാലിനി ഹാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് 9th grade. ശാലിനി 9th grade കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഷീ നോസ് ദ കോർഡിനേറ്റ് ജോമെട്രി മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചത് ഇപ്പോൾ ശാലിനി അത് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. സോ ശാലിനി വാണ്ടഡ് റിയാൻ ടു ഫീൽ ദ ഡയറക്ഷൻസ് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശാലിനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശാലിനി എന്താ ചെയ്തത്, ഒരു റെക്ടാങ്കുലർ ഗ്രിഡ് യൂസ് ചെയ്തു. പിന്നെ ഫിക്സ്ഡ് പോയിൻറ്റ്സും ത്രെഡ്സും യൂസ് ചെയ്തിട്ടാണ് ശാലിനി ഇത് കാണിക്കാൻ പോണത്. അങ്ങനെ ഷീ ഷോഡ് ദ ഫ്ലോർ ഓഫ് ദ റൂം. ഫ്ലോർ പ്ലാൻ വരച്ചു ശാലിനി. എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് പോയിൻറ്റ്സ് എന്നുള്ളത്. പോയിൻറ്റ്സ് ഇൻ ദ സ്കെച്ച് വേർ മാർക്ക്ഡ് യൂസിങ് പിൻസ്. പോയിൻറ്റ്സ് ഒരു പിൻസ് യൂസ് ചെയ്തുകൊണ്ട് മാർക്ക് ചെയ്തു. പിന്നെ ശാലിനി യൂസ് ചെയ്ത സ്കെയിൽ എന്താണ്, 1 centimeter is equal to 1 centimeter is to 1 foot എന്നുള്ള സ്കെയിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഷീ യൂസ്ഡ് പിൻസ് ടു മാർക്ക് ഔട്ട് വേരിയസ് കീ പോയിൻറ്റ്സ് ഓഫ് ദ റൂം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡ് പോയിൻറ്റ്സ്. ഇത് വേരിയസ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശാലിനി യൂസ് ചെയ്തതാണ് പിൻസ്. പിന്നെ പോയിൻറ്റ്സ് റെപ്രസെൻറ്റിംഗ് കോർണേഴ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് വർ കണക്റ്റഡ് വിത്ത് തിക്ക് ബോൾ. പിന്നെ ഈ 2 പോയിൻറ്റ്സ് കണക്ട് ചെയ്യുന്ന അവിടുത്തെ തിക്ക് വൂള് കൊണ്ട് ശാലിനി യൂസ് ചെയ്തു. സോ ദാറ്റ് ഹി ക്യാൻ ഫീൽ ഇറ്റ്. അപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾക്ക് ദേ ഹാവ് ടു ഫീൽ സംതിങ്, റൈറ്റ്? അപ്പോൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റയാന് ഫീൽ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശാലിനി വൂള് യൂസ് ചെയ്തുകൊണ്ട് ഫ്ലോർ പ്ലാൻ ഉണ്ടാക്കി. Now let us examine figure 1.1 to understand the layout of the room. Notice that this only shows the map of the floor. Do you see why the position of the windows cannot be marked on this map? So here Shalini used a floor plan. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഡോറ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ വിൻഡോ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തത് കണ്ടുണ്ടാവില്ല. റൂമിൻ്റെ ഏത് ഭാഗത്താണ് വിൻഡോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 2D ഡയമെൻഷൻ പ്ലാനാണ്. വിൻഡോ വരുമ്പോൾ അതിൻ്റെ ഹൈറ്റും കൂടി മാർക്ക് ചെയ്തെങ്കിലേ വിൻഡോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. നൗ നെക്സ്റ്റ് ടോപ്പിക്, ദ 2D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോണ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ പേരാണ് 2D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇൻ ദ ചാപ്റ്റേഴ്സ് on integers, rational numbers, decimals in earlier grades, you studied the number line. നമ്മൾ മുന്നേ നമ്പർ ലൈൻ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്പർ ലൈനിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാമെന്നും. നമ്മൾ നമ്പർ ലൈനിന് ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടും പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു
സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമ്പർ ലൈൻ. ദ ടു ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം യൂസസ് ടു ലൈൻസ്. ഇവിടെ ഇത് നമ്പർ ലൈനിന് നമ്മൾ ഒരു ലൈൻ യൂസ് ചെയ്തപ്പോൾ 2D കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമ്മൾ 2 ലൈനായി ആണ് യൂസ് ചെയ്യുന്നത്. അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ടു മാർക്ക് പോയിന്റ്സ് ഇൻ 2 ഡയമെൻഷണൽ സ്പേസ്. 2 ഡയമെൻഷണൽ സ്പേസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ലൈൻസും എന്തായിരിക്കണം? റൈറ്റ് ആംഗിൾസ് ആയിരിക്കണം. 90 ഡിഗ്രി ഫോം ചെയ്യണ രീതിയിലായിരിക്കണം ഈ രണ്ട് ലൈൻസും. അപ്പോൾ നമ്മൾ രണ്ട് ലൈൻസിനെയും പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരച്ചു. ഫോർ കൺവീനിയൻസ് വി കൺസിഡർ വൺ ഓഫ് ദ ലൈൻസ് ടു ബി ഹൊറിസോണ്ടൽ. ഇറ്റ് ഈസ് കോൾഡ് ദ എക്സ് ആക്സിസ്. ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കലിനെ നമ്മൾ വൈ ആക്സിസ് എന്നും പറയും. ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്. ഇനി ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റിനെ നമ്മൾ ഒ എന്ന് പറയും. നൗ ഓൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഓനെ നമ്മൾ മാർക്ക് ചെയ്യണത് 0 0 ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ള പോയിന്റ്സ്, ഈ ഒരു 2 ഡയമെൻഷനിലുള്ള ഏത് പോയിന്റ്സിനെയും നമ്മൾ ഈ ഒരു XY പോയിന്റ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. നൗ ഇതിൽ ഓൻ്റെ റൈറ്റ് പാർട്ടിൽ, എക്സ് ആക്സിസിൻ്റെ റൈറ്റ് പാർട്ടിൽ ഇത് മുഴുവൻ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. നിങ്ങൾക്കറിയാം നമ്പർ ലൈനിൽ നമ്മൾ പോസിറ്റീവ് നമ്പറാണ് ഇവിടെ എടുക്കുന്നത്. 0ൻ്റെ ഇപ്പുറത്ത് നെഗറ്റീവ് നമ്പറും ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യണം. പിന്നെ 0ൻ്റെ അപ്വേർഡ് വൈ ആക്സിസിൻ്റെ മേലെ ഇത് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, ഇത് നെഗറ്റീവ് നമ്പേഴ്സും താഴേക്ക്. നിങ്ങൾ ആലോചിച്ചാൽ മതി, മേലേക്ക് പോണത് പോസിറ്റീവും താഴേക്ക് പോണത് നെഗറ്റീവും എന്നുള്ളത് ആലോചിച്ചാൽ മതി. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എക്സ്, ഇത് എക്സ് ആക്സിസ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ ആരോ എപ്പോഴും ഇടണം, അത് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്, ബിക്കോസ് ദാറ്റ് ഗോസ് കണ്ടിന്യൂസ്ലി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ മാർക്ക് ചെയ്യണത്. ഇത് വൈ ആക്സിസ്. നൗ പോയിന്റ് ബി ഈസ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് 4.5 units to the right of the O. Its coordinates are 4. നമ്മൾ പോയിന്റ് ബി നോക്കാം. പോയിന്റ് ബി ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബി കണ്ടോ? അപ്പോൾ ഇത് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് ആക്സിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ബി ആൻഡ് 4.5 യൂണിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് ഒ. ഇതിൻ്റെ റൈറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് ആക്സിസിലായതുകൊണ്ട് വൈ ൻ്റെ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എക്സിൻ്റെ കോർഡിനേറ്റ് 4.5 0 എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി പോയിന്റ് ജി ഈസ് ഓൺ ദ വൈ ആക്സിസ് ആൻഡ് 4.5 ഡൗൺവേർഡ്സ് ഫ്രം ഒ. ഓൻ്റെ താഴെയാണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 4.5 ഓൺ വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് താഴെ എന്ന് പറഞ്ഞതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും, 4.5. അങ്ങനെ 0 4.5 നമുക്ക് കിട്ടി. ഇനി പോയിന്റ് എച്ച് ഈസ് ഓൾസോ ഓൺ ദ വൈ ആക്സിസ് ബട്ട് 4 യൂണിറ്റ്സ് എബവ് ഒ. ഇവിടെ എബവ് ഒ പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. പിന്നെ 4 യൂണിറ്റ് എബവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 യൂണിറ്റ് എബവ് ആയതുകൊണ്ട് ഇവിടെയാണ് എച്ച് വരുന്നത് ഓൺ ദ വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 and y coordinate 4. So we got the point at 0 4. A point P x0 lies on the x-axis. കാരണം ഇവിടെ y axis 0 ആയിരിക്കും. If x is positive then P lies to the right of O. പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും x-axis. If x is negative P lies to the left of O. At a point P 0y lies on the y-axis. കാരണം x കോർഡിനേറ്റ് ഇവിടെ 0 ആണ്. If y is positive P lies above O. If y is negative P lies below O. അപ്പോൾ x കോർഡിനേറ്റ് 0 ആയിട്ടുള്ള ഒരു പോയിന്റ് കിടക്കുന്നത് y ആക്സിസിലായിരിക്കും. അപ്പോൾ y ആക്സിസ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് x ആക്സിസിന് എബവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒറിജിൻ്റെ എബവ് ആയിരിക്കും. വൈ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് കിടക്കുന്നത് പോയിന്റ് ഓഫ് ഒറിജിൻ്റെ താഴെയായിരിക്കും. While writing the coordinates of a point, it is often convenient to drop the equal sign and write
p equal to xy, simply pxy. This is especially true while marking points on a graph. നമ്മൾ p ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ, ഇവിടെ g ഈക്വൽ ടു 0. അപ്പം അങ്ങനെ എഴുതണം നിർബന്ധമില്ല, നമുക്ക് പി എക്സ് വൈ ഈ ഫോർമാറ്റിലും എഴുതാം, പി എക്സ് വൈ എന്നുള്ള. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ.